ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്ന് മൃഗാശുപത്രി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ ബെഗുവിൻ്റെ പൂച്ചയ്ക്ക് എന്തോ പറ്റി. അപ്പം അത് കാട്ടാൻ വേണ്ടി നമ്മൾ പോയതാട്ടോ. അപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി കയറിയപ്പോഴാണെങ്കിൽ ആ പൂച്ച നമുക്ക് പണി തന്നു. ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നു അവിടെ നിൽക്കുകയാണ്. അതിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല. രണ്ട് സൈഡും പൂട്ടിയേക്കണോണ്ട് ആ പൂച്ച വരണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം നമ്മൾ നിന്ന് വിളിച്ചിട്ടൊന്നും വരാണ്ടായപ്പോൾ അത് വരില്ല നമുക്ക് ഉറപ്പായി. കുടയും കൊണ്ടൊക്കെ നമ്മൾ കൊട്ടി നോക്കി, എന്നിട്ട് അത് വരണമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവള് മതിൽ ചാടിയിട്ട് പൂച്ചേനെ എടുത്തോണ്ട് വന്നു. അതല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ പൂച്ച വരണ്ടായിരുന്നില്ല, പേടിച്ചു പോയി തോന്നുന്നു അവിടെ വന്നപ്പോൾ തന്നെ. അങ്ങനെ പിന്നെ അവള് മതിൽ ചാടി അതിനെ എടുത്തു ഡോക്ടറെ കാട്ടാനായിട്ട്. അതിന് വയ്യായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പം അതിന് കാട്ടാൻ വേണ്ടി നമ്മൾ പോയതാട്ടോ ആശുപത്രിയിലേക്ക്. അവള് ശരിക്കും കഷ്ടപ്പെട്ടുട്ടോ ആ പൂച്ചേനെ എടുക്കാനായിട്ട്. ആ പൂച്ചയാണെങ്കിൽ വിളിച്ചിട്ട് വന്നൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അവൾ ആ കടയുടെ അവിടേക്ക് കയറി, ആ കട പൂട്ടിയിട്ടേക്കായിരുന്നു. പിന്നെ അവൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ പൂച്ചേനെ എടുത്തിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വേഗം പോരാനായിരുന്നു നോക്കിയത്. കാരണം ആ പൂച്ച സമ്മതിക്കണ്ടായിരുന്നില്ല. അതിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഒട്ടും അതിന് പറ്റണുണ്ടായിരുന്നില്ല. പൂച്ചക്കാണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പനിയും കൂടി നോക്കിയപ്പോൾ 2 ദിവസമായിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവർ പറഞ്ഞു മരുന്നില്ല, നാളെ വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ, സൺഡേ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് വീണ്ടും നമുക്ക് ഈ പൂച്ച പണി തന്നുട്ടോ. കാരണം ഈ പട്ടി വന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് കുരച്ചായിരുന്നു. അപ്പോൾ ഈ പൂച്ച ശരിക്കും പേടിച്ചുകൊണ്ട് ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറിപ്പോയിട്ടാ. അത് കഴിഞ്ഞ് വീണ്ടും അവൾ എടുക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ അടിയിലേക്ക് അത് കയറിയിരിക്കുന്നത്. ഇത് 2ാമത്തെ പ്രാവശ്യമായിട്ടാണ് ചാടി പോകുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ആകെ എന്തോ പോലെ പൂച്ചനെ കാണണമുണ്ടായിരുന്നില്ല. അതിന് പിന്നെയാണ് കണ്ടത് ആ പൂച്ച അതിൻ്റെ അടിയിലിരിക്കണത്. നല്ലോണം ആ പൂച്ച ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് ഇട്ടു, ഇല്ലെങ്കിൽ വീണ്ടും ആ പൂച്ച അതിൻ്റെ അടിയിലേക്ക് പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.